ആ തയ്യൽ കമ്പനിയുടെ ഉടമ ഒരു സ്ത്രീയാണെന്ന് അവൾക്ക് മനസ്സിലായി. കുട്ടിയുടെ പേരെന്താ? ആവണിയുടെ മുഖത്ത് അമ്പരപ്പുണ്ടായിരുന്നു. ആവണിന്ന് സൊല്ലും. നിനക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട്? എനക്കൊരു തമ്പിയും അമ്മാവും ഇருக்கு, അപ്പ ഇല്ലേ? അവൾ മൊഴിഞ്ഞു. അവൾ തന്നാലാവും വിധം തൻ്റെ അവതാളത്തിലായ ജീവിതകഥ മലയാളത്തിലും തമിഴിലും കലർന്ന് പറഞ്ഞു തുടങ്ങി. തയ്യൽ കമ്പനിയുടെ ഉടമയായ രമണി ചേച്ചിക്ക് വളരെ അലിവ് തോന്നി. അടിച്ചു വാരി വൃത്തിയാക്കിയ ശേഷം ഈ കരയൊന്നു കൈത്തുന്നൽ തുന്നണം, നിനക്ക് ഞാൻ കൂടുതൽ പൈസ തരാം. ആവണിക്ക് സന്തോഷമായി. ഏതു രീതിയിൽ അത് ചെയ്യണമോ അവൾ വളരെ വൃത്തിയായി അത് ചെയ്യാൻ പഠിച്ചു. പ്രായത്തിലധികം പക്വത, ആവശ്യത്തിനുള്ള ജിജ്ഞാസ, അതവൾക്ക് കൂടുതൽ ഊർജ്ജസ്വലതയും ജീവിക്കാനുള്ള പ്രേരണയും നൽകി. തൻ്റെ കുഞ്ഞനുജനുള്ള എല്ലാ ആവശ്യങ്ങളും നിവർത്തിച്ചു. തൻ്റെ തൂപ്പുജോലി കഴിഞ്ഞതിനു ശേഷം അവൾ സാകൂതം ഓരോരുത്തരും ചെയ്യുന്ന ജോലി ശ്രദ്ധിക്കാനും കത്രിക കൈകളിൽ എടുക്കുവാനും പഠിച്ചു. അല്പം കേടായ യന്ത്രത്തിൽ അവൾ തൻ്റെ കഴിവ് തെളിയിക്കാൻ ഒരു ശ്രമം നടത്തി തുടങ്ങി.